Welcome once again student to the economic class. Today we will discuss about the functions of central bank. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് central bankന്റെ functions. So first function of central bank is the issue of currency. ആദ്യത്തെ ഫംഗ്ഷൻ സെൻട്രൽ ബാങ്കിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനാണ് issue of currency. Central bank has the sole authority to issue currency in our country. നമ്മളെ രാജ്യത്ത് സെൻട്രൽ ബാങ്കിനെ കറൻസി ഇഷ്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ കറൻസി പ്രിൻ്റ് ചെയ്യേണ്ട പവർ ഉള്ളു. വേറെ ഒരു ബാങ്കിനും ഇല്ല ഈ പവർ. അപ്പോൾ നമ്മളെ രാജ്യത്ത് കറൻസി ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കറൻസി പ്രിൻ്റ് ചെയ്യേണ്ട പവർ ആരുടെ കയ്യിലാണ്? സെൻട്രൽ ബാങ്കാണ്. പക്ഷേ 1 rupee കോയിൻ അല്ലെങ്കിൽ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് അല്ല. 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾ പൈസകൾ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് തന്നെയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഹാസ് ദ സോൾ റെസ്പോൺസിബിലിറ്റി ടു പ്രിൻറ്റ് ആൻഡ് ഇഷ്യൂ കറൻസി ഇൻ അവർ കൺട്രി. ബട്ട് 1 rupee coin is not issued by the central bank, it is issued by the Ministry of Finance. So this is the first function. First function is very simple. വളരെ എളുപ്പമുള്ള ഫംഗ്ഷനാണ്. കറൻസി ഇഷ്യൂ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മളെ രാജ്യത്ത് കറൻസി പ്രിൻറ്റ് ചെയ്യേണ്ടയും അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യേണ്ടയും പവർ ആരുടെ കയ്യിലാണ്? സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലാണ്. പക്ഷേ 1 rupee കോയിൻ അല്ലെങ്കിൽ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ ഇത് 1 മാർക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം. ഹു ഇഷ്യൂസ് 1 rupee നോട്ട് ഓർ കോയിൻ ഇൻ അവർ കൺട്രി? സോ ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. So this is the function of issue of currency. So issue of currency means in our country central bank has the power to print and issue currency in our country, but 1 rupee coin or note is issued by the Ministry of Finance. So first function. Second function is banker to the government. Second function ആണ് banker to the government. So in this function all the government money all are deposited with the central bank. So all the money of the governments are deposited with the central bank. It is the central bank which make payments and collect money on the behalf of the government. ഗവൺമെൻറ്റിൻ്റെ എല്ലാ പൈസയും ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ബാങ്കിലാണ്. സെൻട്രൽ ബാങ്കാണ് ഗവൺമെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റ്സുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി പൈസ കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് ഗീവ്സ് ദ അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഓൺ ദ മാറ്റേഴ്സ് ഓഫ് ഇക്കോണമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്. ഗവൺമെൻറ്റിൻ്റെ ഇക്കോണമിക് അല്ലെങ്കിൽ മോണിറ്ററി മാറ്റേഴ്സിലൊക്കെ ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇതാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ബാങ്കർ ടു ദ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പൈസ എല്ലാം എവിടെയാണ് ഡിപ്പോസിറ്റ് ചെയ്ത് വച്ചേക്കുന്നത്? സെൻട്രൽ ബാങ്കിലാണ് അവരെ പൈസകൾ ഡിപ്പോസിറ്റ് ചെയ്ത് വച്ചേക്കുന്നത്. സെൻട്രൽ ബാങ്കാണ് ഗവൺമെൻറ്റിന് വേണ്ടി പൈസകൾ കൊടുക്കുന്നത്. ഗവൺമെൻറ്റിന് വേണ്ടി പൈസ കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്കാണ് ഗവൺമെൻറ്റിന് ഇക്കോണമിക് മാറ്റേഴ്സ് അല്ലെങ്കിൽ മോണിറ്ററി മാറ്റേഴ്സിലൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത്. സോ ഇതാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫംഗ്ഷൻ. The banker to the government function means it is the central bank who keep all the accounts of the government, and it is the central bank who make payments and collect funds on the behalf of the government, and it is the central bank who advises the government in the matters of economic and monetary matters. So ഇതാണ് second function, that is banker to the ഗവൺമെൻറ്. ഇനി നമ്മൾ തേർഡ് ഫംഗ്ഷൻ ബാങ്കർ ടു ദ ബാങ്ക്. സോ ഇതിൻ്റെ അകത്ത് കുറേ സബ് ഫംഗ്ഷനുണ്ട്. കമേർഷ്യൽ ബാങ്കിന് വേണ്ടി സെൻട്രൽ ബാങ്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സബഡിങ് എ ബാങ്കർ ടു ദ ബാങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കസ്റ്റോഡിയൻ ഓഫ് മണി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. സോ all the commercial banks, so commercial bank has to keep certain cash or deposit with the central bank. കമേർഷ്യൽ ബാങ്കിൻ്റെ ചില ഡിപ്പോസിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ അവർക്ക് വയ്ക്കണം. അപ്പോൾ എല്ലാ കമേർഷ്യൽ ബാങ്കിൻ്റെയും ക്യാഷിൻ്റെ ഹോൾഡർ ആരെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്കാണ്.
അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റിൻ്റെ ചെറിയ ഒരു ഭാഗം ആര് അക്കൗണ്ടിൽ അവർ വയ്ക്കണം? സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ വയ്ക്കണം. അപ്പോൾ എല്ലാ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും ക്യാഷുകൾ റിസർവ് ആക്കി അക്കൗണ്ടിൽ വയ്ക്കണം? സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ വയ്ക്കണം. അതാണ് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. ക്യാഷ് കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പൈസകൾ ഇപ്പോൾ ഒരാൾ 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ അതിൽ 1000 രൂപയിൽ നിന്ന് 300 രൂപ എന്ത് ചെയ്യണം? 300 രൂപ സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന 700 റുപ്പീസ് ബാങ്കിന് വേണമെങ്കിൽ ലോണായിട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മൊത്തം പൈസയുടെ കസ്റ്റഡി ആരുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ നമ്മളെ സെൻട്രൽ ബാങ്ക്. അതാണ് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. അപ്പോൾ എല്ലാ കമേഴ്ഷ്യൽ ബാങ്കും അവരെ ഡിപ്പോസിറ്റിൻ്റെ കുറച്ച് ഭാഗം തുക വരുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ വയ്ക്കണം. അതാണ് കസ്റ്റോഡിയൻ ഓഫ് റിസർവ്, ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സബഡിങ് ബാങ്കർ ടു ദ ബാങ്കിൻ്റെ രണ്ടാമത്തെ സബഡിങ് ഫംഗ്ഷനാണ് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. Lenders of the last resort means when commercial bank are in need of money or in need of funds, who comes and rescue them in that time? It is the central bank. So കമേഴ്ഷ്യൽ ബാങ്കിന് ഇപ്പോൾ പൈസയുടെ വളരെ അത്യാവശ്യമാണ്, പൈസ അവരേലില്ല, ആ സമയത്ത് സെൻട്രൽ ബാങ്കാണ് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നത്. അതാണ് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ഫംഗ്ഷൻ. ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ കമേഴ്ഷ്യൽ ബാങ്ക് ആർ ഇൻ നീഡ് ഓഫ് ഫണ്ട്സ് ഓർ ഇൻ നീഡ് ഓഫ് മണി, അറ്റ് ദാറ്റ് ടൈം ഹു കംസ് ആൻഡ് റെസ്ക്യൂ ദം ബൈ ഗിവിങ് ഫണ്ട്സ്? ഇറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക്. സോ അതാണ് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് resort. Lenders of the last resort means when commercial bank are in needs of money, are in need of funds, at that time it is the central bank who provides with the funds and helps them when they are in shortage of funds. അപ്പോൾ ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് ചില സമയത്ത് അവരിൽ പൈസയുടെ ഷോർട്ടേജ് കാണും, അല്ലെങ്കിൽ പൈസ ചില സമയത്ത് അവർ കാണത്തില്ല. ആ സമയത്ത് അവർക്ക് പൈസ കൊടുത്ത് അവരെ സഹായിക്കാൻ വരുന്നതാണ് നമ്മളെ സെൻട്രൽ ബാങ്ക്. അതാണ് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. Lenders of the last resort means when commercial bank are in need of funds or shortage of funds, at that time it is the central bank who provides with the adequate funds. It is the function of lenders of the last resort. So after the lenders of the last resort, we have the next function, that is the clearing house function. Clearing house function means, you see, all the commercial bank accounts are with the central bank. All the commercial bank money or accounts or account is with the central bank. So if some problems comes with the commercial bank, that problem is settled by your central bank. ഇപ്പോൾ നമുക്കറിയാം എല്ലാ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എല്ലാ അക്കൗണ്ട്സുകളും സെൻട്രൽ ബാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇടയിൽ വല്ല പ്രോബ്ലംസുകളൊക്കെ വന്നാൽ അതേപോലത്തെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ സെൻട്രൽ ബാങ്ക്. അതുകൊണ്ടാണ് സെൻട്രൽ ബാങ്കിന് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എല്ലാ ഡിപ്പോസിറ്റ്സുകളും ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ തമ്മിൽ സപ്പോസ് എസ് ബി ഐ ബാങ്കും ആക്സിസ് ബാങ്കിൻ്റെ തമ്മിലൊരു പ്രശ്നം വന്നു. അപ്പോൾ പൈസയുടെ ഭാഗത്ത് വല്ല പ്രശ്നം വന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന, അല്ല സെറ്റിൽഡ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അതിനെ ആണ് നമ്മൾ പറയുന്നത് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So under bankers bank we have subheading 3 function. One is custodian of cash reserve, another one is lenders of the last resort, and another one is the clearing house function. So these are the important functions of central bank. Important functions of central bank. So one is the note issue, second is the banker to the government, third one is the banker to the bank. Banker to the bank, under that we have studied custodian of cash reserve, second lenders of the last resort, then clearing house facility, and one more
function is that is supervising function. Commercial banks are regulated and controlled by the central bank or supervised by the central bank. If a commercial bank want to open a new branch, then it has to take permission of the central bank. If the central bank gives permission, then only commercial bank can open there a new branch or a new bank. So all the commercial banks are regulated and controlled by your central bank. So it is the supervising function of the central bank. So we have studied about the functions of central bank. First is the issue, note issue. Second is the banker to the government. Third is the banker to the bank. So under the banker's bank, we have studied custodian of cash reserve, then lenders of the last resort, then clearing house facility, then supervising function. So once again I will tell what is the functions of central bank. So first of all നമ്മൾ പഠിച്ചു സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനിൽ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണ് നോട്ട് ഇഷ്യൂ അല്ലെങ്കിൽ കറൻസി ഇഷ്യൂ. അപ്പോൾ നമ്മളെ രാജ്യത്ത് നോട്ട് അല്ലെങ്കിൽ കറൻസിയൊക്കെ പ്രിൻറ്റ് ചെയ്യാനുള്ള പവർ ആരുടെ കയ്യിലാണ്? സെൻട്രൽ ബാങ്കിൻ്റെ കയ്യിലാണ്. പക്ഷേ ₹1 കോയിൻ അല്ലെങ്കിൽ ₹1 നോട്ട് കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മളെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു ബാങ്കർ ടു ദ ഗവൺമെൻറ്. ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് വേണ്ടി പൈസയുടെ ഇടപാട് നടത്തുന്നു, ഗവൺമെൻറ്റിന് വേണ്ടി പൈസകൾ കളക്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് ഇക്കോണമിക് അല്ലെങ്കിൽ മോണിറ്ററി അഡ്വൈസേഴ്സുകളെല്ലാം കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. ഇതാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫംഗ്ഷൻ. ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പൈസ മൊത്തം ആരെയിലാണ്? സെൻട്രൽ ബാങ്കാണ്. ഗവൺമെൻറ്റിന് വേണ്ടി പൈസകൾ കളക്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ പേയ്മെൻറ്റ്സ് സെറ്റിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്നു, ഇക്കോണമിക് അല്ലെങ്കിൽ മോണിറ്ററി മാറ്റേഴ്സിലൊക്കെ അഡ്വൈസ് കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. ഇതാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫംഗ്ഷൻ. ഇനി ലാസ്റ്റ് നമ്മൾ ഫംഗ്ഷൻ പഠിച്ചു ബാങ്കർ ടു ദ ബാങ്ക്. ബാങ്കർ ടു ദ ബാങ്കിൽ ആദ്യത്തെ സബഡിങ് ഫംഗ്ഷനാണെന്ന് പറയുന്നത് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പൈസയെല്ലാം ആരെ കസ്റ്റഡിയിലാണ്? സെൻട്രൽ ബാങ്കിൻ്റെ കസ്റ്റഡിയിലാണ്. അതാണ് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്. കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡിപ്പോസിറ്റിൻ്റെ ഒരു ചെറിയൊരു ശതമാനം അവർക്ക് സെൻട്രൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് വയ്ക്കണം. അതുകൊണ്ടാണ് പറയുന്നത് കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ക്യാഷിൻ്റെ കസ്റ്റഡി ആരെയിലാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്കിൻ്റെ. അതാണ് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റൊരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ലെൻഡേഴ്സ് ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് ഫണ്ട്സിൻ്റെ ചില സമയത്ത് ഷോർട്ടേജ് കാണും, അല്ലെങ്കിൽ ഫണ്ട്സിൻ്റെ വളരെ ഫണ്ട്സ് വേണം. ആ സമയത്ത് ചില സമയത്ത് അവരുടെ കയ്യിൽ ഫണ്ട്സ് കാണില്ല. അങ്ങനെ സമയത്ത് കമേഴ്ഷ്യൽ ബാങ്കിന് ഫണ്ട് കൊടുത്ത് സഹായിക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. അതിനെയാണ് നമ്മൾ പറയുന്നത് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് പൈസ കൊടുത്ത് സഹായിക്കണം. ഇപ്പോൾ ഫണ്ട് ഷോർട്ടേജ് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക്. അതിനെയാണ് നമ്മൾ പറയുന്നത് ലെൻഡേഴ്സ് ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ പഠിച്ചു, അതാണ് നമ്മൾ ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ. ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സ്റ്റുഡൻസ് നിങ്ങളോട്, ഈ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു പൈസ കസ്റ്റഡിയെല്ലാം സെൻട്രൽ ബാങ്കിൻ്റെ അതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇടയിൽ തമ്മിൽ വല്ല പൈസയുടെ വല്ല പ്രോബ്ലം വന്നാൽ അങ്ങനത്തെ പ്രോബ്ലങ്ങൾ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ബാങ്കാണ്. അതിനെയാണ് ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു, അതാണ് നമ്മൾ സൂപ്പർവൈസിങ് ഫംഗ്ഷൻ. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിനെ സൂപ്പർവൈസ് ചെയ്യുന്ന, നോക്കി നടത്തിപ്പിക്കുന്ന ജോലി ആരെയാണ്? സെൻട്രൽ ബാങ്കാണ് നോക്കി നടത്തുന്നത്. ഇപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിന് പുതിയതായിട്ടൊരു ബ്രാഞ്ച് തുറക്കണമെങ്കിലും ആരോട് പെർമിഷൻ വേണം? സെൻട്രൽ ബാങ്ക് പെർമിഷൻ കൊടുത്താലേ അവർക്ക് പുതിയ ബ്രാഞ്ച് തുറക്കാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊരു പുതിയ ബാങ്ക് വരണമെങ്കിലും അത് സെൻട്രൽ ബാങ്കിൻ്റെ ഒരു പുതിയ ബാങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വരാൻ വേണമെങ്കിലും സെൻട്രൽ ബാങ്ക് അതിന് പെർമിഷൻ കൊടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാര്യത്തിലെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന ജോലി ആരെയാണ്? അത് നമ്മളെ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കാണ് കമേഴ്ഷ്യൽ ബാങ്കിനെ നോക്കി നടത്തുന്നത്. കമേഴ്ഷ്യൽ ബാങ്കിന് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നതെല്ലാം നമ്മളെ സെൻട്രൽ ബാങ്കാണ്.
അപ്പോൾ ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻ. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സോ വൺ ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇഷ്യൂ ഓഫ് കറൻസി, second banker to the government, then third banker to the bank. Under the banker to the bank we have studied a custodian of cash reserve, B lenders of the last resort, C clearing house facility, D supervising function. So these are very very important function. So in the exam it will surely come what are the ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് തീർച്ചയായിട്ടും ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കിനെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും CBSE വരാം. ഏത് ഫങ്ഷൻസ് വേണമെങ്കിലും ചോദിക്കാം. നോട്ട് ഇഷ്യൂ ഫങ്ഷൻ, അല്ലെങ്കിൽ ബാങ്കർ ടു ദ ബാങ്ക് ഫങ്ഷൻ, ബാങ്കർ ടു ദ ഗവൺമെൻറ് ഫങ്ഷൻ. സോ ഇതിൽ നിന്ന് ഏത് ഫങ്ഷനെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. പിന്നെ ഇതിൽ നിന്ന് വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മെയിൻലി ചോദിക്കുന്നത് who issues 1 rupee coin in our country? 1 rupee coin is issued by whom? Central bank? No, it is not central bank. It is the Ministry of Finance. It is the Ministry of Finance. Central bank. Sorry, it is the Ministry of Finance which issue 1 rupee coin or 1 rupee note in our country. Rest are issued by your central bank. And another one, in our countries, Reserve Bank of India has to maintain 200 crore cash reserve. Reserve Bank of India 200 കോടി ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുക? 200 കോടി രൂപ മെയിൻറ്റെയിൻ ചെയ്യും. അത് റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ 200 കോടിയിൽ 115 കോടി ഗോൾഡിൻ്റെ ഫോമിലാണ്. എന്തിൻ്റെ ഫോമിലാണ്? 115 കോടി ഗോൾഡിൻ്റെ ഫോമിലും 85 കോടി ഫോറൻ സെക്യൂരിറ്റിയുടെ ഫോമിലുമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകുന്നത്. സോ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയും. RBI എത്ര രൂപയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? മിനിമം RBI 200 crore is maintained by RBI. That is in 200 crore 115 crore, that is 115 crore is maintained in the form of gold, and 85 crore is maintained in the form of foreign security. So RBI maintains how many rupees? 200 crore rupees. In the 200 rupees, 115 crore rupees are in the form of gold, and 85 crore rupees are in the form of foreign security. So this is also one mark question from the functions of central bank. So functions of central bank il 1 mark ആയിട്ട് ഈ 2 question ആണ് ചോദിക്കുന്നത്. ഏറ്റവും ആദ്യം who issues 1 rupee coin or 1 rupee note in our country? It is the Ministry of Finance. Second, what is the minimum reserve that RBI has to maintain? That is 200 crore. That is in what form? That is 150 crore in the form of gold, and 85 crore in the form of your foreign securities. Okay, thank you students.